ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാരക്. കുറച്ച് ലേറ്റായി, അന്നെങ്കിലും ഇരിക്കട്ടെ എൻ്റെ ഈദ് വിഷസ് എല്ലാവർക്കും. അപ്പോൾ എന്താ, ഞങ്ങൾക്ക് പെരുന്നാൾ ഒരുക്കങ്ങളെല്ലാം ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം പെരുന്നാന്ന് അറിഞ്ഞിട്ടാകുമ്പോൾ തന്നെ ഇഷാക്ക് ഞാൻ മെഹന്തി ഇട്ട്, എന്തായില്ലെങ്കിൽ അവൾക്ക് മെഹന്തി ഇടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ആക്കിയിട്ട് നിന്നിട്ടുണ്ടായിന്. അങ്ങനെ പെട്ടെന്ന് നോക്കും മെഹന്തിയെല്ലാം ഇട്ട്. പിന്നെ അതേ ടൈമിൽ മാക്സിന്ന് ഡെലിവറി വന്നിട്ടുണ്ടായി. ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ആക്കിയതല്ലോ. അപ്പോൾ അതെല്ലാം കിട്ടി. പിന്നെ അതിന് ശേഷം പെരുന്നാൾക്കുള്ള കുറച്ച് ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാനിങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഫുഡ് ഉണ്ടാക്കല്ല ഇതിന്. എന്തെങ്കിലും ഞങ്ങൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളത്, പിന്നെ എല്ലാവരും അവരവരെ വീട്ടിൽ കുക്ക് ചെയ്യുന്നു. നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ട് വെച്ചെങ്കിൽ അവർ ആരെങ്കിലും വന്നിട്ട് കഴിച്ചാലായി, ഇല്ലെങ്കിലില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാക്കാം, പിന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഡേറ്റ്സിൻ്റെ പുഡിങ് ഉണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ട് അതിന്. അപ്പോൾ അതിന് ഫസ്റ്റ് ഡേറ്റ്സ് സോക്ക് ചെയ്തിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് എടുത്ത്, പിന്നെ നോർമലി നമ്മൾ എന്ത് ചെയ്യണം, മിൽക്ക് ബോയിൽ ചെയ്തിട്ട് എടുക്കണം. സ്വീറ്റ്നെസ് എല്ലാം കുറേ ഇടണമെന്നില്ല, എന്താ വെച്ചെങ്കിൽ നമ്മൾ ഡേറ്റ്സ് നല്ലോണം സ്വീറ്റുള്ള സംഭവമല്ലേ. അപ്പം ആവശ്യത്തിന് ഷുഗറെല്ലാം ഇട്ടിട്ട് നമ്മൾ പാല് തിളപ്പിച്ചെടുക്കണം. പിന്നെ സോക്ക് ചെയ്തിട്ട് വെച്ച ഡേറ്റ്സ് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇതിൻ്റെ ഒന്നിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കുറുക്കിയിട്ടെടുക്കണം. എന്നിട്ട് അതിലേക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പുഡിംഗ് ട്രീയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഗാർണിഷിംഗ് എല്ലാം നല്ലപോലെ അറിയുന്നുണ്ടെങ്കിൽ നല്ല സിൽക്ക് നട്ട്സോ ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ഇഷ്ടമെന്ന് വെച്ചെങ്കിൽ ഇടാം. അപ്പം ഞാൻ അങ്ങനെ ഡെസേർട്ട്സ് ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്ടൊന്നുമല്ല, അപ്പം നമുക്ക് അറിയുന്ന പോലെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചത്. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലൊന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട് ഡേറ്റ്സിൻ്റെ പുഡിങ് ഉണ്ടാക്കിയിട്ടെങ്കിൽ എന്തായാലും ഒരു ട്രൈ ആക്കിയിട്ട് നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഡേറ്റ്സ് എല്ലാം ഡേറ്റ്സിൻ്റെ ഒരു ടേസ്റ്റ് അല്ല, നല്ല ചിക്കുവിൻ്റെ പുഡിങ്ങ അങ്ങനത്തെ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിനിപ്പോൾ. പിന്നെ അതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആക്കാനുള്ളതും, പിന്നെ ഞാൻ ഫ്രൈ ആക്കിയിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടായിട്ട് പിന്നെ എനിക്ക് മെഹന്തി വെക്കാണ്ടായിന്, പിന്നെ ഇഷൻ്റെ പെൻഡിങ്ങുള്ള മെഹന്തി ഫിനിഷ് ആക്കാണ്ടായിന്. ആ പണിയെല്ലാം ഉള്ളതുകൊണ്ട് വേഗം കിച്ചൺ ക്ലീൻ ആക്കി വെച്ചിട്ട് അപ്പുറത്തെ പോകാമെന്ന് വിചാരിച്ച്. അപ്പൻ്റെ ടൈം 12 മണി ആവാനായിട്ടുണ്ടായിന്. പിന്നെ രാത്രിയെല്ലാം നമുക്ക് നല്ലൊരു ചായ കുടിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ ഇഷയ്ക്ക് മെഹന്തി വെക്കാൻ പോയി. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി, അപ്പം പെരുന്നാൾ ദിവസമായി. അങ്ങനെ രാവിലെ തന്നെ എണീച്ചപ്പം വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്ന്. പിന്നെ ഞാൻ എങ്ങനെയും ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇനി സെപ്പറേറ്റ് കറി ഉണ്ടാക്കുന്ന വേണ്ടാന്ന് വിചാരിച്ച് അപ്പം ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കിയത് തന്നെ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ടായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ ഓൾറെഡി ചിക്കനെല്ലാം രാത്രി തന്നെ മാരിനേറ്റ് ആക്കിയിട്ട് വെച്ചുകൊണ്ട് വലിയ പണിയുണ്ടായിട്ടാണ് ചിക്കൻ ക്ലീൻ ചെയ്യുന്നൊന്നും. പെട്ടെന്ന് തന്നെ അതെടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ നോർമലി നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കുമല്ലോ, അങ്ങനെയാണ് മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പായസം ഉണ്ടാക്കി. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റെഡി ആയിട്ട് പുറത്തിറങ്ങി ഫോട്ടോസെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിന്, അങ്ങോട്ടേക്ക് പോയതാണ് പാർക്കിൽ ഫോട്ടോസെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന് ഡ്രസ്സെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടുള്ളതാണല്ലോ ഈ ഫോട്ടോ സെഷൻ. അപ്പം അതിന് എന്തായാലും നല്ലൊരു ലൊക്കേഷൻ വേണം. അപ്പം ഞങ്ങൾ അടനുള്ള പാർക്കിൽ പോയി. അപ്പം ഭാഗ്യത്തിന് അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിട്ടാണ്, കുറച്ച് പേര്
പേരുണ്ടായിട്ട് അവരവരെ സൈഡിൽ ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിന്. ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ ഇഷക്ക് പാർക്കിലെത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുന്നെല്ലാം മറന്നുപോയി. ഓക്ക് പിന്നെ നേരെ കളിക്കാൻ പോകാനായി. അങ്ങനെ പിന്നെ ആരും ഉണ്ടായിട്ടായില്ലെങ്കിൽ ഇങ്ങനെ പോയെങ്കിൽ പിള്ളേരെല്ലാം കൂടിയിട്ട് കളിക്കാൻ കിട്ടാറുമില്ല. അതിന് പിന്നെ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അടയെ വിട്ട്. അപ്പോൾ ആ ടൈമിൽ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് മോനെല്ലാം അങ്ങോട്ടേക്ക് വന്ന്. അങ്ങനെ പിന്നെ പ്രതീക്ഷിക്കാതെ ആടുന്ന് ഞങ്ങൾ നേരെ വേറൊരു സ്ഥലത്തേക്ക് എത്തി. ഖത്തറിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളൊരു ലൊക്കേഷൻ ഉണ്ട്, കെത്തിഫാൻ ഐലാൻഡ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അടുത്തേക്ക് ഞാൻ മുന്നേ പോയിട്ടുണ്ടായിട്ടാ. അത് റീസെൻ്റ്ലി ഓപ്പൺ ആയെന്ന് തോന്നുന്നു. റീസെൻ്റ്ലി മീൻസ് കുറച്ച് ഇയേഴ്സ് ആയതെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒന്നും പോയിട്ടുണ്ടായിട്ടാ. അങ്ങനെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് വിചാരിച്ചിട്ട് പോയതല്ല, പ്രതീക്ഷിക്കാണ്ട് അവിടെ നിന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് എത്തിയത്. പക്ഷെ നല്ല അടിപൊളി ലൊക്കേഷനായിരുന്നു. ഫോട്ടോസെല്ലാം എടുക്കാൻ നല്ലൊരു എന്താ പറയുക സ്പോട്ട് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. നല്ല വെയിലുണ്ടായിന്, പക്ഷെ നല്ലൊരു തണുത്ത കാറ്റും ഉള്ളതുകൊണ്ട് ആ വെയിൽ എത്ര അറിയുന്നുണ്ടായിട്ടാ. അങ്ങനെ നല്ലൊരു എന്താ പറയുക മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ആക്കിയിട്ടാണ് നിങ്ങൾ തിരിച്ചു വന്നത്. ആ ലൊക്കേഷനിൽ അതേപോലത്തെ 3 ബ്രിഡ്ജസ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും 3 ബ്രിഡ്ജസ് ആയിട്ട്. ഇത് ആക്ച്വലി ഗ്ലാസ് ബ്രിഡ്ജാണ്, ഫുള്ള് ഗ്ലാസ് അല്ല. നമ്മളിങ്ങനെ നടന്നിട്ട് പോകുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഗ്ലാസ് വെച്ചിട്ടുള്ളതാണ്. അപ്പം അതിൽക്കൂടെ താഴെ നോക്കുമ്പോൾക്ക് കറക്റ്റ് നമുക്ക് ബീച്ചാണ് കാണുന്നുള്ളത്. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും എന്തോ ഫോബിയ ഇല്ലേ, പേടിയുള്ള ആൾക്കാരാണെങ്കിൽ നല്ലോണം പേടിയാവും. പിന്നെ പിള്ളേർക്കെല്ലാം ഇപ്പോൾ ഇഷക്കെല്ലാം ഫസ്റ്റ് നടക്കുമ്പോൾ പേടിയാണെന്നുണ്ടായിന്, ഇത് പൊളിഞ്ഞിട്ട് ഞാൻ താഴെ വീഴുമെന്നല്ല. പിന്നെ കുറച്ച് നേരം ഞങ്ങളെല്ലാം നടക്കുന്ന കാണുമ്പോൾ ഓൾ ഓക്കെ ആയി. പിന്നെ സായിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഓന് സംഭവം താഴെ കൂടി വെള്ളം കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിൽ നോക്കിയിട്ട് എന്തെല്ലോ പറയുന്നുണ്ടായിന്. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്ന്. അപ്പം ഞങ്ങൾ ഒരു പ്ലാനിങ് ഇല്ലാതെ പോയതുകൊണ്ട് തന്നെ പിള്ളേർക്കും എല്ലാവർക്കും നല്ലോണം വിശക്കാനും ദാഹിക്കാനെല്ലാം തുടങ്ങി. പിന്നെ ഫുഡൊന്നും കഴിക്കാൻ കഴിയില്ല പുറത്തുനിന്ന്, എന്തായില്ലെങ്കിൽ ഓൾറെഡി റൂമിൽ ഉണ്ടാക്കിയിട്ട് പോയല്ലേ. അങ്ങനെ പിന്നെ വെള്ളവും കുറച്ച് ബണ്ണും ബ്രെഡെല്ലാം വാങ്ങിയിട്ട് കഴിച്ചിട്ട് ഒരിക്കലത്തേക്ക് സെറ്റായി. അപ്പം ഞങ്ങൾക്ക് ക്യൂബേക്കിൻ്റെ ക്രീം ബണ്ണ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം അത് വാങ്ങിയിട്ട് എല്ലാവരും കഴിച്ച്. പിന്നെ ഇതാ തിരിച്ച് വന്നതിന് ശേഷം ഞാൻ വേഗം ബിരിയാണി ഉണ്ടാക്കാനുള്ള ബാക്കി പണിക്ക് പോയി. ഓൾറെഡി മസാല ഉണ്ടാക്കിയിട്ടാണ് പോയത്. അപ്പോൾ എനിക്കൊന്ന് റൈസ് ഉണ്ടാക്കിയിട്ട് ദം ഇടാണ്ടായിന്, പിന്നെ ഫ്രൈ ആക്കാണ്ടായിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് ചിക്കനെല്ലാം എണ്ണയിലിട്ടിട്ടെടുത്ത്, പിന്നെ കുറച്ചെല്ലാം എയർ ഫ്രയറിലിട്ടെടുത്ത്, പിന്നെ അതിൻ്റെ ഇടയിൽ നംഷി വന്നിട്ട് സാലഡ് ഉണ്ടാക്കി ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ടെടുത്ത്. അങ്ങനെ അതാ എല്ലാവർക്കും ഭയങ്കര വിശക്കുന്നുണ്ടായിരുന്നു. അതിനുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഹറി ബറി ആയിട്ട് എല്ലാം ഉണ്ടാക്കി. അങ്ങനെ പിന്നെ എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ട് ലഞ്ചെല്ലാം കഴിച്ച്. പിന്നെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും നല്ല റെസ്റ്റ് എടുത്ത് ഓൾറെഡി നല്ല ടയേർഡായിട്ടുണ്ടായിന്. പിന്നെ രാത്രിയിൽ പുറത്തെല്ലാം പോകണമെന്ന് പ്ലാൻ ആക്കിയിട്ടുണ്ടായിന്, പക്ഷേ എന്താ പറയുക ക്ഷീണം കാരണം ആരും പോയിട്ടേ ഇല്ല. അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഈദ് സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതിൻ്റെ ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.